എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ 2026 എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പേജ് ഓഫ് കപ്സ്, 5 ഓഫ് പെൻറ്റിക്കിൾസ്, Ace of Cups, Moon card, Lovers energy, 9 of Wands energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് കപ്സ് ആൻഡ് ലവേഴ്സ് എനർജി സിറ്റുവേഷൻസ് ആണ്. ലൈഫ് നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളൊരു സൂചന ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയം എന്ന് പറയാം. അതേപോലെ തന്നെ ഒരു പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണിത്. ഒരു ബ്രേക്ക് കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇത് സൂചിപ്പിക്കുന്ന നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ്, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, അത് പ്രണയത്തിലായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത് ഒരു ബ്രേക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ ബന്ധത്തിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുന്നതാവാം. ഈവൻ ഇത് വിവാഹിതരായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ എവിടെയോ ബ്രേക്ക് ആയിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നാളൊന്ന് മാറി നിൽക്കുക, ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കുക, അതായത് നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നിടത്ത് നിങ്ങളുടെ പാരൻസിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് എവിടേക്കെങ്കിലും മാറി നിൽക്കുന്നതോ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ബെനിഫിറ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് ഒരു മാറ്റം കാണിക്കുന്നുണ്ട്, ആ ട്രാൻസ്ഫറും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് ദൂര സ്ഥലത്തേക്കാണെങ്കിൽ നിങ്ങളുടെ അവിടേക്ക് മാറി ഒരു ഹോസ്റ്റലിലോ മറ്റോ തൽക്കാലം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമാണ്. കാരണം ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ബ്രേക്ക് എടുക്കാൻ ചിന്തിക്കുന്നു എന്നുള്ളത് അത് നിങ്ങൾക്ക് ഒത്തിരി അധികം ഈ റിലേഷൻഷിപ്പിൽ ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കൊന്ന് ചിന്തിക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കണം, നിങ്ങൾക്കൊരു തീരുമാനം. ഇപ്പോൾ ഇവിടുത്തെ ഒരു എനർജി എന്ന് വെച്ചാൽ ബന്ധത്തിൽ എന്തോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും ചുറ്റുമുള്ള ആളുകൾ, ഇപ്പോൾ പാരൻസ് ആണെങ്കിലും പ്രത്യേകിച്ച് എല്ലാ ബന്ധത്തിലും ഇങ്ങനെയാണ്, എല്ലാ റിലേഷൻഷിപ്പിലും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ആരും മാറി താമസിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്ന് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണം, ഒറ്റയ്ക്ക് നിൽക്കണം എന്നൊക്കെ ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആകാം. അത് പലരും മനസ്സിലാക്കുന്ന സിറ്റുവേഷൻ അല്ല. ഫാമിലി എന്ന് പറയുമ്പോൾ പലപ്പോഴും ആ ഒരു കൂടുമ്പോൾ ഇമ്പമുള്ളൊരു സാഹചര്യമല്ല. ചില സിറ്റുവേഷനിലെന്ന് വെച്ചാൽ സമൂഹം അല്ലെങ്കിൽ ഇതെല്ലാവർക്കും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത സിറ്റുവേഷൻ ആകാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് നിങ്ങളുടെ കരിയറിലെ സിറ്റുവേഷൻ. കാരണം ഇപ്പോൾ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തി ജോലി കളയാൻ പറ്റാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ട്രാൻസ്ഫർ അക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഒരു തരത്തിൽ അതൊരേ സമയം വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറയുന്ന സിറ്റുവേഷനാണ്. അത് ചില ആളുകളുടെ സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സെൽഫ് ലൗഡ് സമയമാണ്. നിങ്ങളെ തന്നെ സ്നേഹിക്കാനുള്ള അവസരം, ഒരു ബന്ധത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാനൊക്കെ എല്ലാവരും പറയുന്ന കാര്യമാണ്. കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. അതായത് ഫാമിലിയിൽ ഇപ്പോൾ അച്ഛനമ്മ മക്കൾ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എല്ലാവരും അങ്ങോട്ടേക്കും സ്നേഹിക്കുക. പ്രത്യേകിച്ച് പാരൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അമ്മ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അച്ഛനാണെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. ആ ഒരു രീതിയാണ് ഒരു സെൽഫ് ലവ്, സ്വന്തം ഇഷ്ടങ്ങൾ. അതായത് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ട് വർക്ക്, ഒത്തിരി കാര്യങ്ങളുടെ ഇടയിൽ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എല്ലാവരും ഭ്രാന്തമായിട്ടുള്ളൊരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് ലൈഫിൽ ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ, നിങ്ങളുടേതായിട്ടുള്ള സ്വകാര്യമായിട്ട് ഇഷ്ടങ്ങൾ സാധിപ്പിക്കാനായിട്ടുള്ള അവസരം കണ്ടെത്തുക. സെൽഫ് ലവ് വളരെ പ്രധാനമായിട്ടുള്ള ഒന്നായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ 5 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് മൂൺ കാർഡാണ് ഇവിടെ. ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വ്യക്തത കുറവുണ്ട്. ഇപ്പോൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തി ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ചെയ്ത് വീട് ചില ആളുകൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് വീട് വെച്ചതായിരിക്കാം കുറച്ച് ടൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട് വെച്ചിട്ട് അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ആഡംബര വസ്തുക്കൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒത്തിരി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ പോകുന്നതോ അതൊക്കെ വരുന്നൊരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എവിടെ എന്തൊക്കെയാണ് ശരിക്കും ആവശ്യമുള്ളത് എന്താണ്, അല്ലെങ്കിൽ നെസസിറ്റി ആയിട്ടുള്ളത് എന്താണ്, അതോ നിങ്ങളുടെ ആഗ്രഹമാണോ? വാട്ട് യു നീഡ് ആൻഡ് വാട്ട് യു നീഡ് രണ്ടിലും വ്യത്യാസമുണ്ട്. വാട്ട് യു നീഡ് ആൻഡ് വാട്ട് യു വോണ്ട് അതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ വാങ്ങിക്കാൻ
അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, സാമ്പത്തികമായിട്ടുള്ള കാര്യം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, പിന്നെ സേവിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും അത് ഏത് എങ്ങനെ എവിടെ എന്നൊക്കെ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓൺട്രപ്രനോറിയൽ എനർജിയും കാണിക്കുന്നുണ്ട്. അതായത് സാമ്പത്തിക കാര്യത്തിൽ മുന്നേറാൻ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ, നിങ്ങൾ ഇന്നൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ തീരെ പ്രതീക്ഷിക്കാതെ ഉള്ളൊരു അവസരം വരികയാണ്. അവസരം തീരെ പ്രതീക്ഷിക്കാതെയാണ് വരുന്നതെങ്കിലും ആ വരുന്ന അവസരം അത് നിങ്ങൾക്ക് പറ്റിയതാണോ, അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്നൊക്കെയുള്ളൊരു ചിന്ത, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും മറ്റും ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വയ്ക്കാതിരിക്കുക എന്നുള്ളത് തീരെ പ്രതീക്ഷിക്കാതെ വന്ന അവസരമാണ്. പക്ഷേ ആ അവസരം ഉപയോഗപ്പെടുത്തുകയും അതിൽ എന്തൊക്കെ ചെയ്യാമോ അത് ചെയ്ത് മുന്നേറുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുക, അല്ലാതെ അൺറിയലിസ്റ്റിക് ആയിട്ട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുക. അതൊരു ബിസിനസ് ആകുമ്പോൾ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. കാരണം വലിയ രീതിയിൽ വളർന്ന് വലുതാവാൻ ചില ആളുകൾ 2-3 വർഷമൊക്കെയാണ് അതിൻ്റെ ഒരു ടൈം കൊടുക്കുക നമ്മൾ. ചിലപ്പോൾ ചില ആളുകൾ പെട്ടെന്ന് തന്നെ സക്സസ്ഫുൾ ആയേക്കാം. പക്ഷേ എന്നാലും നമ്മൾ കൊടുക്കുന്ന ഒരു ബിസിനസ് വലിയ രീതിയിൽ നല്ല രീതിയിൽ സ്റ്റേബിൾ ആകാൻ ഒരു 1-2-3 വർഷത്തെങ്കിലും ഒരു ടൈം വേണം, ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പോൾ അതാണ് അതിൻ്റെ റിയാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് അംബീഷ്യസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓവർ അംബീഷ്യസ് ആവാതിരുന്നാൽ എല്ലാ കാര്യങ്ങളും വളരെ പക്വതയോട് കൂടിയിട്ട് പോകുന്ന സമയമാണ്. സക്സസ്ഫുൾ ആകാനുള്ള എനർജി നിങ്ങളുണ്ട്, നല്ലൊരു ബിസിനസ് കൊണ്ട് നടക്കാനുള്ള സാഹചര്യവുമുണ്ട്. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ട്, വ്യക്തത കുറവുണ്ട്. അപ്പോൾ വ്യക്തത കുറവുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഇവിടെ ദൈവാനുഗ്രഹം വേണ്ടുവോളുള്ളൊരു സമയമാണ്. അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ഓവറായിട്ടൊന്നും ചെയ്യാതെ അതിൻ്റെ പരിധിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് പോകുന്ന സമയം തന്നെയാണ്. ജോലിയിൽ മുന്നേറുന്നതൊപ്പം തന്നെ ബിസിനസ്സും മുന്നേറുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പുണ്ടായിട്ടുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസിനെ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം. പിന്നെ ഈ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബിസിനസ് ഇതുപോലെ മുന്നേറുന്ന ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആംബീഷ്യസ് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുക. അതായത് ജീവിതത്തിൽ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എനിക്ക് കൊണ്ട് തരണം എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ഇതൊക്കെ മനസ്സിലാക്കുന്ന ആളുകളുടെ അടുത്ത്, ഇപ്പോൾ ലൈഫിൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളും ബിസിനസ്സിൽ സക്സസ്ഫുൾ ആകണമെന്ന ആളുകൾ, ഇപ്പോൾ നമ്മൾ തത്വചിന്തകരായിട്ടുള്ള ഒരാളോട് തത്വചിന്തപരമായിട്ട് സംസാരിച്ചാൽ അവർക്കത് മനസ്സിലാവും. പക്ഷെ അതല്ല, വെറുതെ ഇരുന്ന് ചുമ്മാ കൊച്ചു വർത്താനം പറയുന്ന ആളുകൾക്കത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ആരോട് എന്ത് പറയുന്നു എന്നത് ചിന്തിക്കുക. അപ്പോൾ ഒട്ടും അംബീഷ്യസ് അല്ലാത്ത ഒരാളോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ നിങ്ങളുടെ അംബീഷൻ തല്ലിക്കെടുത്തുകയാണ് ചെയ്യുക, അതിനെ ആരായാലും. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ 5 of Pentacles and 9 of Wands എനർജി കണക്ഷൻസ് ആണ്. ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങൾ വരുന്ന സമയമാണ്. അവസരമായിട്ട് വരുന്നു, അതിനുവേണ്ടി നിങ്ങളൊത്തിരി പ്രയത്നിക്കേണ്ടി വരും സക്സസ്ഫുൾ ആകണമെങ്കിൽ. തടസ്സങ്ങൾ, ചാലഞ്ചസ് ഉണ്ടാവുമില്ല എന്നുള്ളതല്ല. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ചയും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫലം ലഭിക്കുന്നുണ്ട്. ചാലഞ്ചസ് കാണിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ആ ചാലഞ്ചസിനെ അതിജീവിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾക്ക് സപ്പോർട്ടും കാണിക്കുന്നുണ്ട്, കാരണം ചുറ്റുമുള്ള സപ്പോർട്ട്. അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, ഈവൻ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചർ പോലും ആവാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സപ്പോർട്ട് ചെയ്യുകയും ഒരേ സമയം സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതാളാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഏത് കാര്യത്തിനാണോ ആ വ്യക്തിയാണ് സമീപിക്കേണ്ടത്. അല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കരഞ്ഞാൽ നിങ്ങളൊരു മണ്ടത്തരാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതാളാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ കൂടെ അവരോട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രായമായിട്ടുള്ളവരെ, വീട്ടമ്മമാരെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലിയായിട്ട് കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളെ തഴഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും കൊള്ളില്ല എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് എങ്കിൽ ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ചില കുട്ടികളുണ്ട് പാരൻസിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള അച്ഛനും വരെ ചില മക്കൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന റെസ്പെക്റ്റ് നിങ്ങൾ ഡിമാൻഡ് റെസ്പെക്റ്റ്, അതായത്
സംസാരത്തിൽ ആ ഒരു ഇതുണ്ടെങ്കിൽ വളരെ പക്വതയോട് കൂടിയിട്ട് റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കുക എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയുക എന്നുള്ളത് ആണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.